ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളേജ് എന്നെ എന്തെങ്കിലും ചീത്തവിളി എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് മെൻഷൻ ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് അയച്ച് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ടൗണിൻ്റെ അടുത്തേക്കാണ് വീട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പൗസ് പ്രൊജക്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ്. റീസെൻ്റ്ലി തന്നെ കുറേ ആൾക്കാർ വന്ന് പറയുകയാണ്, ഞാൻ അറിയാണ്ട് പൗസ് ചെയ്തോട്ട് എൻ്റെ പൗസ് അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി, ഞാൻ ഇന്ന് എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൗസ് ഡിലീറ്റ് ആയത് എന്തുകൊണ്ടാണ്, എന്താണ് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഈ സാധനം പോയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് തന്നെ ഫസ്റ്റ് തന്നെ അവൻ്റെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അവൻ്റെ ഈ പൗസിൻ്റെ ബോട്ട് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക, ബോട്ട് അവിടെ നിന്ന് റിമൂവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ അവൻ്റെ ചാനൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും ഇനി ചാനൽ തിരിച്ചു കിട്ടില്ല. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു പൗസിൻ്റെ ഒരു അക്കൗണ്ടും അതേപോലെ തന്നെ പൗസിൻ്റെ ചാനലും ടെലിഗ്രാമിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, അതേപോലെ തന്നെ ഇതിന് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് വരും, അതേപോലെ തന്നെ പൗസ് ചെക്കർ ഇന്ന് വരുമോ എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ എത്രത്തോളം പ്രോഫിറ്റ് ഈ ടോക്കൺ എത്രത്തോളം ഒരു പ്രൈസ് വരും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ, ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വന്ന അവൻ്റെ അനൗൺസ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അപ്ഡേറ്റുകളൊക്കെ വേണമെങ്കിൽ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് കയറാം. അപ്പോൾ നമുക്ക് തന്നെ ലാസ്റ്റ് വന്ന അതിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് വായിച്ചു നോക്കാം. ഫാം സീസൺ ഈസ് ഓവർ. അപ്പോൾ നമുക്ക് എന്താണ് ടെലിഗ്രാം ബോട്ടിൽ നിന്ന് ഫാം ചെയ്ത് ഈ കൊളാബറേറ്റും ക്വസ്റ്റൻ ടാസ്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഫാം സീസൺ അവിടെ എൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദോസ് വേർ റിയലി അവർ ലാസ്റ്റ് ടാസ്ക്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ലാസ്റ്റ് ടാസ്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. ദ പൗസ് മിനി ആപ്പ് ഈസ് നോ ലോങ്ങർ അവൈലബിൾ. ആൾ പൗസ് പോയിന്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഹാവ് ബീൻ സേവ്ഡ് ആൻഡ് അക്സസിബിൾ ഓൺ ദ വെബ് വേർഷൻ. ഇറ്റ്സ് ടൈം ടു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വെബ് വേർഷനിൽ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. വി ആർ ഗ്രേറ്റ്ഫുള്ളി ഫോർ ദ ടെലിഗ്രാം ഫോർ പ്രൊവൈഡിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് എനേബിൾ അസ് ടു ബിൽഡ്. ഹൗഎവർ വി നൗ റിയലൈസ് ദാറ്റ് ദ ന്യൂ ഗൈഡ്ലൈൻസ് ഹാവ് മെയ്ഡ് ഇറ്റ് നിയർലി ഇമ്പോസിബിൾ ഫോർ അസ് ടു കണ്ടിന്യൂ ഡെവലപ്പ് അവർ ആപ്പ് ഹിയർ. അപ്പോൾ എന്താണ് കാര്യം ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി ടെലിഗ്രാമിൻ്റെ ഈ ഒരു റൂൾസ് ആൻഡ് ഗൈഡൻസ് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ടോൺ ബ്ലോക്ക് ചെയിൻ ഇല്ലെങ്കിൽ ഒരു ടോൺ ബ്ലോക്ക് നെറ്റ്വർക്കിൽ മാത്രമാണ് ഈ ഒരു ടെലിഗ്രാമിലുള്ള വരുന്ന പ്രൊജക്റ്റുകളൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇല്ലാത്ത പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് എന്താണ് ഒന്നില്ലെങ്കിൽ റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരിനെ ബാൻ ചെയ്ത് കൊടുക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി തന്നെ പൗസ് അതിനു മുമ്പ് തന്നെ എന്താണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്, ടോൺ ബ്ലോക്ക് ചെയിൻ ഒരു രൂപമില്ലാത്തൊക്കെ ആയിരിക്കാം, അതുകൊണ്ട് ഇല്ലെങ്കിൽ ടോണിൻ്റെ ഒരു വാല്യൂ ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ് ഇപ്പോഴും വല്ലാത്തൊരു കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൊലാനിയിലേക്ക് മാറുക എന്ന് പറഞ്ഞു. പക്ഷേ സൊലാനിയിലും ഇപ്പോൾ വാല്യൂ കുറഞ്ഞു, അത് വേറൊരു കാര്യം. അപ്പോൾ സൊലാനിയിലേക്ക് മാറുക എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ഈ ഒരു പ്രൊജക്റ്റിനെ അവരെന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അക്കൗണ്ട് ഫെബ്രുവരി 12 തന്നെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ അക്കൗണ്ട് റിമൂവ് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെ റിമൂവ് ചെയ്യാത്ത കാര്യം, അതേപോലെ തന്നെ ഇവരൊരു അടുത്ത സ്റ്റെപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ ഈ ടോൺ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കൊണ്ടുവരില്ല. പൗസിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ അലോക്കേഷൻ ചെക്കർ കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ ഈ ടോക്കൺ അലോക്കേഷൻ ചെക്കർ കൊണ്ടുവരുന്നെങ്കിൽ അവർ കൊടുക്കുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ സൊലാന വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്ത്, അതായത് ഫാൻറ്റം വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്തത് ആ അഡ്രസ്സ് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ ക്ലെയിം കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുന്നുണ്ട് എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവർ വെബിൽ കൊണ്ടുവരുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ എന്തായാലും അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടൊരു ടെലിഗ്രാം അവൻ്റെ ബോട്ടിലും അവർ ടാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിരിക്കണം അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടെലിഗ്രാം ബോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്, അതിൻ്റെ എക്സ്ചേഞ്ചസ് ഏതാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കണാണ് കിട്ടാൻ പോകുന്നത്, ആ ഒരു കാര്യങ്ങളും നമുക്കറിയും. അതേപോലെ തന്നെ ഫെബ്രുവരി തന്നെ ഇത് ലിസ്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം മിക്കവാറും ലിസ്റ്റ് ആവണം, ഇല്ലെങ്കിൽ എന്തായാലും മാർച്ച് 5 ആവുമ്പോഴേക്കായിരിക്കും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടി. അതുമല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റീസെൻ്റ്ലി അവർ എന്നിട്ട് വീണ്ടും അവൻ്റെ ടെലിഗ്രാം ചാനലും എന്തായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. ഒരിക്കലും ടെലിഗ്രാം ബോട്ട് ഓക്കെ എന്ന് പറയാം, പക്ഷേ എന്തുകൊണ്ടാണ് ടെലിഗ്രാം ചാനൽ അതിന് വളരെ ഒരു ഫിഷി ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് കിട്ടിയത്. എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അക്കൗണ്ട് ഈ ട്വിറ്ററിൽ നിന്ന് കുറേ പ്രാവശ്യം ബാൻ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും എന്താണ് അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ അതിന് റീസൺ എന്താണ് ചോദിച്ചപ്പോൾ അവർ ഒരിക്കലും അതിന് റീസൺ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു ബോട്ട് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇത്രത്തോളം അവരിന് സപ്പോർട്ട് ചെയ്ത്, ഇത്രത്തോളം ടെലിഗ്രാം സപ്പോർട്ട് ചെയ്ത് ഇത്ര കാലം വന്നിട്ട് വെറും ഒരു ഈഗോൻ്റെ പേരിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു ചാനൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? അപ്പോൾ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്കൊന്നും അതങ്ങനെ തീർച്ചയായിട്ടും അവർ
പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് റീസെൻ്റ്ലി അവൻ്റെ ടെലിഗ്രാം ചാനലിൽ ഡിലീറ്റ് ആയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റും കൂടി ഞാൻ എന്ത് തരാം, വായിച്ചു തരാം. അപ്പോൾ സിഷ് എന്ന് പറഞ്ഞ ഈ ഒരു ടെലിഗ്രാമിൻ്റെ ഒരു മെമ്പറായ, ഇല്ലെങ്കിൽ ഈ പൗസിൻ്റെ ഒരു മെമ്പറായ ആൾ പറയാണ്, ഹൂ എവർ ദി സാഷ ഗൈസ് ഐ ഫീൽ ബാഡ് ഫോർ ഹിം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു ടെലിഗ്രാമിൻ്റെ ഇതിൽ വെച്ചിട്ട് അവർ ഭയങ്കര ബാഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പൗസ് ടെലിഗ്രാം ചാനൽ ഹാസ് ആൾസോ ബീൻ ടേക്കൺ ഡൗൺ ബൈ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളവർ പൗസിൻ്റെ ടെലിഗ്രാം ചാനലും എന്ത് ചെയ്തു, ടേക്ക് ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നോട്ട് ഓൺലി ദാറ്റ് ബട്ട് ഈവൻ വൺ ഓഫ് ദ പൗസ് റിലേറ്റഡ് ചാനൽ ആർമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ ഒരു കൊളാബറേറ്റീവ് ചാനൽ ഉണ്ടായിരുന്നു, അതും എന്തായി, റിമൂവ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ടെലിഗ്രാം ഈസ് നോ ലോങ്ങർ അബൌട്ട് ഫ്രീ സ്പീച്ച് ആൻഡ് ഫ്രീഡം. ഇറ്റ്സ് ലൈക്ക് ഫീൽ ദേ ആർ സൈലൻസിങ് എനി വൺ ഹൂ ഡസിൻ അലൈൻ വിത്ത് ദെയർ എക്കോസിസ്റ്റം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ റീസൺ തന്നെയാണ്, ഈ ടോൺ എക്കോസിസ്റ്റത്തിൽ വന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, അവരിനെ റിമൂവ് ചെയ്യും. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഈഗോ പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. അഗ്ലൈൻ ദെയർ എക്കോസിസ്റ്റം അറ്റ് ദ റേറ്റ് ദേ മൈറ്റ് സ്റ്റാർട്ടിങ് ബാനിങ് എവറി വൺ ഇൻക്ലൂഡിങ് അസ് റൈറ്റ് നൗ ഓൺലി എലൻ മസ്ക് ട്വിറ്റർ റിമെയിൻ ആസ് ദ ലാസ്റ്റ് ട്രൂ ഫ്രീ സ്പീച്ച് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റീസെൻ്റ്ലി കിട്ടിയത്, വി ഹാവ് ഇഷ്യൂഡ് എ ഫൈനൽ വാർണിംഗ് ഓൺ February 12 റിമൈൻഡിങ് യു ദാറ്റ് യുവർ അവർക്ക് എന്താണ് ടെലിഗ്രാം കൊടുത്തിട്ടുള്ള റിമൈൻഡറാണ്. അപ്പോൾ ഈ ഫെബ്രുവരി 12 തന്നെ ഞങ്ങൾ റിമൈൻഡ് ചെയ്തു, നിങ്ങൾ ഈ വയലേഷൻ സെക്ഷനിലൊക്കെ ഒരുപാട് ടേംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം, റിഗ്രറ്റ്ലി യു ഹാവ് ടു അഡ്രസ് ആൾ വയലേഷൻ വിത്ത് അലോക്കേറ്റഡ് ഡെഡ് ലൈൻ. ആസ് എ റിസൾട്ട് യുവർ മിനി ആപ്പ് ആൻഡ് അഫിലിയേറ്റഡ് ചാനൽ ഹാവ് ബീൻ ടെർമിനേറ്റഡ് ഫ്രം ദ ടെലിഗ്രാം പ്ലാറ്റ്ഫോം ബസ് റിഗാർഡ് ദ ടെലിഗ്രാം ടീം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവൻ്റെ ടെലിഗ്രാമെന്ന് അവൻ്റെ ബോത്തായിട്ടുള്ള 2 സാധനങ്ങളും പോയിട്ടുണ്ട്. ഇത് ഇനി സ്കാം ആവുമോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിനെ നിങ്ങൾ വലിയ രീതിയിൽ വിശ്വസിക്കരുത്. മേ ബി സ്കാം ആവാം, ഇല്ലെങ്കിൽ എന്താണ് നല്ലൊരു പ്രൊജക്റ്റായിട്ട് പൗസ് മാറാം എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനുള്ള റീസണും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്ത് പോകുന്നത്, ഇത് എങ്ങനെയാണ് നമുക്കൊരു ഫാൻറ്റം വാലറ്റ് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇവിടെ പൗസിൻ്റെ വെബിൻ്റെ ഈ ലിങ്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് കോപ്പി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നാമത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ടെലിഗ്രാം, ഈ ഒരു പൗസിൻ്റെ വെബിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒന്ന് ടെലിഗ്രാം ടോൺ വാലറ്റ് ആണ്, ഇല്ലെങ്കിൽ ഒരു ടോൺ വാലറ്റ് ആണ്, അതേപോലെ തന്നെ ഫാൻറ്റം വാലറ്റ് ആണ്. ഫാൻറ്റം വാലറ്റും അതുപോലെ ഈ ഫാൻറ്റം വാലറ്റ് ഒരിക്കലും ബാൻ ആവാനുള്ള ഒരു സാധ്യതയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഫാൻറ്റം വാലറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ വെബ് ഓപ്പൺ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ അതിൽ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ലോസ്റ്റ് ആയിട്ടുണ്ടാവും, ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് എൻ്റെ ഫാൻറ്റം വാലറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഫാൻറ്റം വാലറ്റിൽ എടുത്തിട്ട് അവിടെ നമുക്ക് ബ്രൗസറിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കോപ്പി ചെയ്യാം. അപ്പോൾ ഈസി വേ ആണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫാൻറ്റം വാലറ്റ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ലാഗ് എടുക്കും, കുറച്ച് സമയമൊക്കെ പതുക്കെയാണ് വരുള്ളൂ. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം, എന്നാൽ മാത്രമാണ് ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെയൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ വെരിഫൈ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ടെലിഗ്രാം അക്കൗണ്ട് നമുക്ക് അവിടെ ഇല്ലാത്ത കാരണം നമുക്ക് ടെലിഗ്രാമിൽ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫാൻറ്റം വാലറ്റ് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫാൻറ്റം വാലറ്റിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഒരു സൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, നേരെ ആ സൈറ്റിൻ്റെ ആ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ Web3 അതിൻ്റെ ഈ ഒരു വെബ്, ഈ പൗസിൻ്റെ വെബ് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ പഴയ അക്കൗണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് തിരിച്ച് കാണാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പൗസിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ യുവർ സെൽഫ് എന്ന് അവിടെ തന്നെ പൗസ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് എന്താണ്, നിങ്ങൾ അവിടെ വെരിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു സൈനിങ് കൊടുക്കേണ്ടി വരും. ആ സൈനിങ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ട് പഴയ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ മൊത്തം 626.8K പൗസ് ഉണ്ട്, 10 W പൗസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുതിയ വല്ല ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് പറഞ്ഞാൽ ക്ലെയിമിൽ ഒരു ഫീച്ചറും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം പഴയ പോലെ തന്നെ അങ്ങനെ കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് എന്താണ് തിരിച്ചെടുക്കാം. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, ഈ പൗസിന് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് വരും, അതേപോലെ തന്നെ ഈ പൗസിന് എത്രത്തോളം ടോക്കണാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ ഈ പൗസ് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു ചെറിയ ഹിൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ളൊരു കാര്യം ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് തരാം, നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു കാര്യമാണ്, നമുക്ക് പല അവിടെ നിന്നും കിട്ടിയ ഇൻഫർമേഷനും അങ്ങനെയുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടിക്കർ എന്ന് പറഞ്ഞാൽ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് അവർ റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ 100 ബില്യൺ
100 ബില്യണേക്കാൾ ഒരിക്കലും 100 ബില്യൺ എത്തില്ല, ഞങ്ങൾ 100 ബില്യൺ അല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 ബില്യൺ ആയിരിക്കില്ല എന്ന് അവർ 100% പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി അലോക്കേഷൻ എന്ന് പറഞ്ഞത് 62.65% ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ഫണ്ടിങ് എന്ന് പറഞ്ഞത് 192 മില്യൺ ആണ്. ഇത് ഞാൻ പറയുന്നതാണ്, ഇതൊരിക്കലും ഒഫീഷ്യലായിട്ടല്ല. നമുക്ക് എന്തായാലും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 3 ഫണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ലോഞ്ചിങ് സൊലാനിയിലാണ്, മൈനിങ് ഫ്രീ ആണ്, എലിജിബിൾ യൂസേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത്. എലിജിബിൾ യൂസേഴ്സ് ഈ 13 മില്യൺ നിന്ന് വീണ്ടും കുറയുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൽ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിലർ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ വാലറ്റ് കണക്ട് ചെയ്തവൻ്റെ അക്കൗണ്ടും റീസെൻ്റ്ലി പോകും. അപ്പോൾ വീണ്ടും ഇന്നെലിജിബിൾ ആയിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ആൾക്കാർ എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാനും ഇതിനൊരു സാധ്യതയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ എത്രത്തോളം വരും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ കുറച്ച് ഇൻഫർമേഷനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യം കൂടി ഞാൻ എന്ത് തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ചാറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ മാത്രമാണ്, അല്ലാതെ വേറെ വലിയ ഇൻഫർമേഷൻ ഒന്നും അല്ല. അവർ പറഞ്ഞിട്ടുള്ളത് CEXും DEXും ആയിട്ടുള്ള ഈ ലൈവ് സമയത്ത് ഇത് ട്രേഡിങ് വരുമ്പോൾ CEXും DEXും ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ ലിസ്റ്റ് ആക്കാൻ പോകും, ഇല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ DEXൽ അവൻ്റെ സൈറ്റിലും അവർ കൊണ്ടുവരും, അതേപോലെ തന്നെ ഈ മേജറായിട്ടുള്ള എക്സ്ചേഞ്ചുകളിലും അവർ എന്ത് ചെയ്യും, കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്, യു ആർ സോ റൈറ്റ്, വി ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് ദ ഡേറ്റ്, സോ ദർ ഈസ് ഗോൺ ബി ഓൺലി ആൻഡ് വൺ ഫൈനൽ ഡേറ്റ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി 27-ാം തീയതി തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. വർക്കിംഗ് വിത്ത് എക്സ്ചേഞ്ച് ഈസ് എ റിയൽ പെയിൻ ഈസ് ആസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആൾമോസ്റ്റ് 86% ആർ നോട്ട് എലിജിബിൾ ഫോർ ദ എയർ ഡ്രോപ്പ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. വി ഗോ ലൈവ് CX + DX എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ഹാവ് എ ലൈക്ക് 3 or 4 അക്കൗണ്ട് ഈസ് ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൗസിൽ 3-4 അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഓക്കെ തന്നെയാണ്. നിങ്ങൾ അതിലെല്ലാത്തിലും എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാത്തിനും എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഐ ഹോപ്പ് മച്ച് ലെസ് ഡിപ്പെൻഡ് ഓൺ ദ ഡേറ്റ് ഫ്രം CX. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ അവർ എന്താണ് നോക്കാൻ പോകുന്നത്, ഈ എക്സ്ചേഞ്ചഡ് ആയിട്ടുള്ള ഡേറ്റിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ പൗസിൻ്റെ ഒരു കാര്യങ്ങൾ എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയും. അപ്പോൾ ഇതിൽ തന്നെയാണ് അവർ പറഞ്ഞത്, ഒരിക്കലും 100 ബില്യൺ ആയിട്ടുള്ളൊരു ടോക്കൺ സപ്ലൈ അല്ല ഞങ്ങൾ തരുന്നത് എന്നുള്ളൊരു ആക്കി പറച്ചിലും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഞാനിവിടെ കുറച്ച് മാർക്കറ്റ് ക്യാപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സപ്ലൈയും വെച്ചിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഇതിനൊരു 100 മില്യൺ നമ്മൊരു പോസിബിലിറ്റി എടുക്കുകയാണ്. പല പ്രൊജക്റ്റുകളും എന്താണ് വന്നിട്ടുള്ളത്, 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്കൊരു 100 മില്യൺ ടോക്കൺ സപ്ലൈ ആണെങ്കിൽ നമുക്ക് എത്ര പ്രൈസ് കിട്ടും, 100 മില്യണിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് 100 മില്യൺ ടോക്കൺ സപ്ലൈ ആണെങ്കിൽ നമുക്ക് പൗസ് വരാൻ പോകുന്നത് ഒരു USDT ആണ്. 100 മില്യൺ സപ്ലൈ എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. പക്ഷേ ഇത്രത്തോളം ആൾക്കാർ മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു പോസിബിലിറ്റീസ് ഇല്ലയെന്ന് ചോദിച്ചാൽ എന്തായാലും 90% ഉണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 1 ബില്യൺ ടോക്കൺ സപ്ലൈ ആണെങ്കിലും എല്ലാം മോസ്റ്റ്ലി നമ്മുടെ മീൻഫ്രെയിം അങ്ങനെയുള്ള പല പ്രൊജക്റ്റുകളും 1 മില്യൺ ടോക്കൺ സപ്ലൈ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ 1 ബില്യൺ ടോക്കൺ സപ്ലൈയിൽ അതിൽ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് തന്നെ നല്ലത് തന്നെയാണ്. 0.10 USDT ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടോക്കൺസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ഫണ്ടിങ് പ്രൈസ് 100 മില്യൺ ടോട്ടൽ സപ്ലൈയും 192 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ ഇതിന് തരുന്നതെങ്കിൽ 1.92 USDT ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മാക്സിമം ആയിട്ട് ഒരുപാട് ടോക്കൺസ് ആണോ നിങ്ങൾക്ക് കിട്ടുക, അങ്ങനെ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു 1000 ടോക്കൺസ് കിട്ടി. അപ്പോൾ അതേ ഇൻറ്റു ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു 100 മില്യൺ 1 ബില്യണിൽ 100 മില്യൺ സപ്ലൈ ആണെങ്കിൽ കൂടി 0.1 ആണെങ്കിൽ നിങ്ങൾക്ക് $100 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പൗസ് പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ട് എന്താണ് പറയേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾ ഏത് റാങ്കിലായിരുന്നു എന്ന് പറയണം. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 6 ലക്ഷം സംതിങ് പോയിൻറ്റ്സ് ആണ് പൗസിലുള്ളത്. അതേപോലെ തന്നെ ഞാൻ 18,000 റാങ്കിലാണ് ഞാൻ എൻ്റെ പൗസിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽ വെച്ചാൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആണെന്ന് അറിയും. എലിജിബിൾ ആവാത്ത ആൾക്കാരും എലിജിബിൾ ആണെങ്കിൽ ഇന്നെലിജിബിൾ ആണെങ്കിലും അത് താഴെ വന്ന് കമൻറ്റിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു പ്രൊജക്റ്റിൽ നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 3 പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, $1 പറഞ്ഞിട്ടുണ്ട്, 0.10 പറഞ്ഞിട്ടുണ്ട്, 1.92 USDT ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് പ്രൈസിൽ വന്നാലും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. ഇതിനേക്കാളും കുറഞ്ഞാലും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇനി എവിടെ കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇതിൻ്റെ ട്വിറ്റർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ട്വിറ്റർ പേജ് ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കിട്ടും. റീസെൻ്റ്ലി അവർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റും അവിടെ എന്തിട്ടിട്ടുണ്ട്, അവൻ്റെ പൗസിൻ്റെ ഈ ഒരു ട്വിറ്റർ പേജിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് പേടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയും എന്നിട്ട് നിങ്ങൾക്ക്
ഐഡിയ ആണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറുക. ടെലിഗ്രാം ചാനലിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പാതി ഇൻഫർമേഷനും നമുക്ക് അവിടെ നിന്ന് പാതി എന്നല്ല ഒരു 90% ഇൻഫർമേഷനും എന്നെ കൊണ്ടൊന്ന് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പും ഉണ്ട്, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഷെയർ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇതുവരെ ലൂട്ട്സിലൊന്നും കയറാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ കുറച്ച് പുതിയ ലൂട്ട്സ് ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊക്കെ ഒന്ന് കയറുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പൈസ കിട്ടും. ഏഞ്ചൽ ഫണ്ട് മാത്രമാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ ലൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വിത്തിൻ 7 days കൊണ്ടാണ് കിട്ടുക. അപ്പോൾ എന്തായാലും ചെയ്ത പൈസ കിട്ടും, അത് 100% ഉറപ്പാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, കിട്ടാതെ ഞാൻ വന്നിട്ട് ഞാൻ ഡെയിലി വീഡിയോയിൽ ഇങ്ങനെ ഒന്നും പറയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് അറിയാനും ചെയ്യാത്തവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ 160 രൂപ 125 രൂപ സംതിങ് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കിതൊരു ഇൻകം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇൻകം തന്നെയല്ല, യൂട്യൂബിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കിലൊക്കെ ഒന്ന് കയറുക, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, വെറുതെ ഒരു അക്കൗണ്ട് എടുക്കുക. ഒരു പൈസയും കൊടുക്കേണ്ട, ഒരു കാര്യങ്ങളും കൊടുക്കേണ്ട, അക്കൗണ്ട് എടുത്താൽ മാത്രം മതി. KFC കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാത്തിലും അക്കൗണ്ട് എടുക്കുക. പൈസ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. ലൈഫ് ടൈം ഫ്രീ ആണ് ഏഞ്ചൽ ഫണ്ട് ഒക്കെ. അത് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.